മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും കിട്ടിയ ഒരു കനത്ത തിരിച്ചടി കൂടിയാണ് ഇത്, യാതൊരു സംശയവുമില്ല. പോത്തിറച്ചി കാര്യം ചൊല്ലുമാ കൂട്ടരോ പോത്തിനെ പോൽ വെയിൽ കൊണ്ടതും മിച്ചമായി. പോത്തിറച്ചി കാര്യം ചൊല്ലുമാ കൂട്ടരോ പോത്തിനെ പോൽ വെയിൽ കൊണ്ടതും മിച്ചമായി. ജയിച്ചു കേറണ കാഴ്ച കാണടി കുഞ്ഞാപ്പ, ലീഗിന്റെ കോട്ട കാത്തടി കുഞ്ഞാപ്പ. ജയിച്ചു കേറണ കാഴ്ച കാണടി കുഞ്ഞാപ്പ, ലീഗിന്റെ കോട്ട കാത്തടി കുഞ്ഞാപ്പ. സാധാരണ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ പരാജയം ഉണ്ടായത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ വലിയ യോഗമൊക്കെ നടക്കും. CPM ആണെങ്കിൽ ഈ യോഗങ്ങളുടെ ആശാന്മാരാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ വിശകലനം തീരുന്നത് മിക്കവാറും അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴാണ്. ഇവിടെ പക്ഷേ അതിന്റെ ആവശ്യമൊന്നുമില്ല, ആർക്കും സംശയങ്ങളൊന്നുമില്ല. ആദ്യം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ തന്നെ ഏതാണ്ടൊരു ധാരണയുണ്ടായിരുന്നു. ഈ ശിഷ്യനെ എത്ര നാളായി? 30 വർഷമായിട്ട് ഞാൻ ഊതിക്കാച്ചെടുത്താണ് എന്റെ ശിഷ്യൻ. പിന്നെ 10-30 വർഷമായിട്ട് ഊതിക്കാച്ചെടുത്ത എന്റെ പൊന്നാണത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MB ഫൈസലാണ് മലപ്പുറം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നീയാണ് മത്സരിക്കുന്നത്. ഞാനില്ല. അത്രക്ക് ബ്രില്യന്റ് ആണ് എന്റെ സ്റ്റുഡന്റ്. കാരണം അവന്റെ ഓരോ പഞ്ചുണ്ടല്ലോ 10-30 കിലോ ഉണ്ടാവും. ആണല്ലേ? മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് വേഗത കൂട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഭയങ്കര പുള്ളിയാണല്ലേ. പിന്നെ ആശാൻ 10-30 വർഷം കൊണ്ട് ഉണ്ടാക്കി എടുത്തല്ലേ. ആശാന്റെ മുത്തല്ലേ പിന്നെ. അതെ, നീ ഓക്കെ അല്ലേ? ടപ്പോ ടിപ്പോ ടമാർ കേട്ടാ, അത് വെച്ചാ മതി. ഈ രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷനായിരിക്കും ഇത്തവണത്തെ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്. തകർപ്പ മത്സരം നടക്കട്ടെ. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അതെ, നമ്മള് ടപ്പോ ടിപ്പോ ടമാർ അത് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആ തരത്തിലൊരു ശക്തമായ ഒരു രാഷ്ട്രീയ സമരം ആയി ഈ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റാനാണ്. TK ഹംസയോ KT ജലീലോ ഒക്കെ സ്ഥാനാർത്ഥിയാകുമെന്ന് ആദ്യം കേട്ടിരുന്നു. ഹംസാക്കയൊക്കെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഹംസയോ ജലീലോ ഒക്കെ നിന്നിരുന്നെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുമുണ്ടാകും. ചുമ്മാ നിന്ന് തോൽക്കാനാണെങ്കിൽ എന്തിനാണ് ഈ പ്രായമായവരെയും വേറെ ജോലിയുള്ളവരെയും ഒക്കെ മെനക്കെടുത്തുന്നത്? അതാണ് പാർട്ടി ചിന്തിച്ചത്. അത് തന്നെയാണ് ശരി. കുഞ്ഞാലിക്കുട്ടിയൊക്കെ റിംഗിൽ നേരിടാൻ നല്ല ചെറുപ്പക്കാർ തന്നെ വേണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ ഭിന്നിപ്പും മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയ കാഴ്ചയാണ് കാണുന്നത്. ഒരു കുഴപ്പമില്ലടാ. 50,000 കടന്നിരിക്കുന്നു. 1,00,000-ൽ പരം വോട്ടുകൾക്ക് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. 51,000 കടന്നിരിക്കുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം. 76,000-ലേക്ക് PK കുഞ്ഞാലിക്കുട്ടി ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുന്നു. 3,00,000 കടന്നിരിക്കുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. 5 പേരൊക്കെ റൗണ്ട് ചേർന്നിരിക്കുന്ന എന്തിനാ? ഒരാളേ ഉള്ളൂ, 5 പേരില്ല. 2 പേര് ഓടിപ്പോയി. എടാ, നീ ഒന്നോളം നോക്കിക്കേ. ഇപ്പൊ അവനേ ഉള്ളൂ. ടപ്പോ ടിപ്പോ ടമാർ അത്രേ ഉള്ളൂ. ടപ്പോ ടിപ്പോ കറക്റ്റ്. 1,00,000 കഴിഞ്ഞിരിക്കുന്നു. 1,00,000 കടന്നിരിക്കുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ്. ഓക്കെ, റെഡി റെഡി സ്റ്റാർട്ട്. 1,50,000 കടന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ്. 1,50,000 കടന്നു. നീ ആളെ നാണം കെടുത്തല്ലടാ, ആളെ നാണം കെടുത്തല്ലേ? എടാ, എന്റെ 30 വർഷത്തെ എന്റെ ആഗ്രഹമാണ് ഈ സ്വർണം. ചെല്ലി അടിയോട് സ്റ്റാർട്ട്. 1,50,000 കടന്നിരിക്കുന്നു. 1,50,000-ലേക്ക് എത്തിയിരിക്കുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എന്നുള്ളത് എടുത്തു പറയാനാണ്. ലീഗ് സ്വാഭാവികമായും വലിയ ആഹ്ലാദ പ്രകടനങ്ങളിൽ തന്നെയാണ്. ഞാൻ കഴിക്കാറില്ല.
ഇഞ്ചി മിഠായി ഏ? ഇഞ്ചി മിഠായി ഇഞ്ചി മിഠായി നീ എന്താ ഒന്നുമില്ല എന്റെ കൊച്ചിനൊന്നുമില്ല. ഏതോ ഉത്സവപ്പറമ്പിക്കണമല്ലോ. ഒന്നുമില്ലടാ, ഒന്നുമില്ല. ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കേണ്ടതാണ്. ഇത് ഗുജറാത്തോ യുപിയോ ഒന്നുമല്ല. 1 ലക്ഷത്തിലധികം വോട്ടിനൊക്കെ എതിരാളിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരതയാണ്, കൊടും ക്രൂരത. UDF അനുകൂലമായ ഒരു വിധിയാണ് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു അത്ഭുതമായി കാണുന്നില്ല. ഈ മണ്ഡലത്തിന്റെ പശ്ചാത്തലം UDF അനുകൂലമാണ്. 1, 2, 3, 4, 5. എന്റെ 30 വർഷത്തെ എന്റെ ആഗ്രഹം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇപ്പോൾ പ്രഖ്യാപനം പറയുകയാണ്. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി ലീഗ് സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇപ്പോൾ വരുന്നത്. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി വിജയിച്ചിരിക്കുന്നു. നരഹത്യ അതെന്താ മനസ്സിലായില്ലേ? ജരാസന്ധവധം എന്ന് കേട്ടിട്ടുണ്ടോ? ഒറ്റടിക്ക് പുള്ളി താഴെ വീണു. നമ്മൾ ഈ തുണിയൊക്കെ പിടിയൂലേ, പിടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് അഴയില് വിരിക്കൂലേ, അത് തന്നെയാണ് സംഭവിച്ചത്. പുള്ളിനെ ഇങ്ങോട്ട് പിഴിഞ്ഞ് കുടഞ്ഞ ആ റിങ്ങിന്റെ കയറിൽ അങ്ങോട്ട് എടുത്തിട്ട്